നമസ്കാരം. മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട മനുഷ്യജീവനായി ആശങ്കയോടെ തിരച്ചിൽ 33 മണിക്കൂർ പിന്നിടുകയാണ്. രണ്ടാം ദിനം മണിക്കൂറുകൾ മുങ്ങിത്തപ്പിയിട്ടും പിടിവള്ളി കിട്ടാതെ NDRF സംഘവും സ്കൂബ ഡൈവിംഗ് ടീമും. തടസ്സമായി കാലങ്ങൾ പഴക്കമുള്ള മാലിന്യ നിക്ഷേപമാണുള്ളത്. അല്പസമയത്തിനകം നേവിയും ഇറങ്ങും. രക്ഷാദൗത്യം ദുഷ്കരമോ? ആ ജീവന് ആരാണ് ഉത്തരവാദി? തിരച്ചിൽ ഫലപ്രദമാകാത്തത് എന്തുകൊണ്ടാണ്? മരണച്ചുഴിയിൽ നമ്മുടെ പങ്കെന്ത്? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. CPM-ൽ നിന്ന് ഡോക്ടർ ഷിജു ഖാൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ജിജി തോമസൺ നമ്മളോടൊപ്പം ചേരും. തൃശൂർ ജില്ലാ ഫയർ ഓഫീസർ ശ്രീ അരുൺ ഭാസ്കർ, ഹാബിറ്റാറ്റിന് മുൻ കൺസൾട്ടന്റ്, ഒപ്പം ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ടെക്നോളജിയിൽ എക്സ്പേർട്ട് കൂടിയായ ശ്രീ T മധുസൂദനൻ നമ്മളോടൊപ്പം ചേരും. ഇന്നലെയും മാതൃഭൂമി ന്യൂസ് സൂപ്പർ പ്രൈം ടൈം ഈ സമയത്ത് സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന വിശദമായ ചർച്ച ആവശ്യമുള്ളൊരു വിഷയം തന്നെയാണ് ഇന്നും നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ഏതാണ്ട് 11-11:30 മണിയോടുകൂടി നമ്മുടെ ഒരു സഹജീവി, ഒരു മനുഷ്യൻ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിനുള്ളിലേക്ക് വീണു പോകുന്നു. നമുക്ക് സാധ്യമായ പലതുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിന്ന് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരികയാണ്. 10-33 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന എല്ലാ പ്രതീക്ഷയോടും കൂടി, പ്രാർത്ഥനയോടുകൂടി ഒരു സമൂഹം ഒന്നാകെ മുന്നോട്ട് പോകുമ്പോഴും എന്തെങ്കിലും സൂചനകൾ അതിന് അനുകൂലമായി നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. എന്ത് അത്യാപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു മറുപടി വേണ്ടതുണ്ട്. നമുക്കറിയാം, മകൻ ജോലിക്ക് പോയി ഭക്ഷണവുമായി വരുമെന്ന് വിചാരിക്കുന്ന വയോധികയായ ഒരു അമ്മയുണ്ട് അദ്ദേഹത്തിന്. അവർക്ക് മറുപടി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കാരണം നമ്മുടെ മാലിന്യം, നമ്മൾ വലിച്ചെറിഞ്ഞത്, നമ്മൾ ഉത്തരവാദിത്ത ബോധമില്ലാതെ പെരുമാറിയതിന് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയുടെ ഒക്കെ ഇരയായി മാറുന്ന ഒരു മനുഷ്യന് മുന്നിലാണ് നമ്മൾ മറുപടി ഇല്ലാതെ നിന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഈ രണ്ടാം ദിവസം അവിടെ എന്താണ് സംഭവിച്ചത്, രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്താണ് എന്നതുകൂടി നമുക്ക് ആദ്യം ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രശാന്ത് കൃഷ്ണ നമ്മളോടൊപ്പം അവിടെ ഒന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഏറ്റവും ഒടുവിൽ നേവിയുടെ സംഘം കൂടി അവിടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ. ഇന്നത്തെ ദിവസം എത്രത്തോളം വലിയ ശ്രമമാണ് അവിടെ ഉണ്ടായത്? മധു, നമ്മുടെ ഒരു സഹജീവി, അത് മാധു ആകട്ടെ, ഞാനാകട്ടെ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാകട്ടെ, കണ്ടിരിക്കുന്നവരാകട്ടെ, ഇങ്ങനെ ഒരു മാലിന്യ തോട്ടിലേക്ക് വീണാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ രക്ഷിക്കാനൊരു സംവിധാനമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. കാരണം തിരുവനന്തപുരം നഗരത്തിനകത്തൂടെ ഒഴുകി പോകുന്ന ഒരു മാലിന്യത്തോട്ടിൽ അവിടെ ഒരു ജോയി എന്ന നമ്മുടെ ഒരു സഹജീവി വീണു പോവുകയാണ്. 30 മണിക്കൂർ പിന്നിടുമ്പോഴും ഈ ജോയി എവിടെയാണ് എന്നത് കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. ഇപ്പോഴും ജോയി ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങുന്ന 1ാമത്തെ പ്ലാറ്റ്ഫോമിനും അവസാനിക്കുന്ന 5ാമത്തെ പ്ലാറ്റ്ഫോമിനും അടിയിലുള്ള തോട്ടിനകത്ത് ഉണ്ട് എന്ന വിലയിരുത്തൽ മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് ഇന്നലെയും ഇന്ന് രാവിലെയും ഇന്ന് ഈ വൈകിട്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിലും എത്തുന്നത്. ഇനിയിപ്പോൾ നേവി വരികയാണ്. NDRF-ന്റെ സുസജ്ജമായ ടീം പരിശോധന നടത്തി, തെരച്ചിൽ നടത്തി, റോവർ ഇറക്കിയുള്ള പരിശോധനകൾ നടത്തി. അപ്പോഴൊന്നും തന്നെ എവിടെയാണ് ജോയി എവിടെയെങ്കിലും മാലിന്യത്തിനിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഈ തോട്ടിനടിയിൽ, റെയിൽവേ ട്രാക്കിനടിയിലെ തോട്ടിനടിയിൽ മാലിന്യം അങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. അത് നമ്മൾ ഒരു തോട് എന്ന് കാണുമ്പോൾ, നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്ന ആമയിഴഞ്ചാൻ തോട്, ആ തോടിൻ്റെ ഭാഗം പോലെയല്ല ഈ റെയിൽവേ ട്രാക്കിനടിയിൽ. അതായത് മലിനജലം, കട്ടിയിലുള്ള മലിനജലം, അതിൻ്റെ മുകളിൽ വെള്ളം, അതിന് മുകളിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നു, അതിൻ്റെ മുകളിൽ ജലം, ഇങ്ങനെ ആകെ ഒരു പാറക്കെട്ടിനിടയിലൂടെ മലിനജലം ഒഴുകി വരുന്നത് പോലെ മാലിന്യം പാറക്കെട്ട് പോലെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലൂടെ ഒരു ഗ്യാപ്പ് കണ്ടെത്തി നമ്മുടെ രക്ഷാപ്രവർത്തകർ അതിനിടയിൽ ഓരോ സ്ലാബ് ഇറക്കി അതിനിടയിൽ ഇറങ്ങി പരിശോധന നടത്തി വരികയാണ്. അതിനെല്ലാം ശേഷമാണ് ഇന്ന് വൈകിട്ട് 5 മണിയോടെ വളരെ ശക്തിയിൽ വെള്ളം ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ സ്ലാബ് ഇളക്കി ഈ ഭാഗത്തേക്ക്, പവർ ഹൗസിൻ്റെ ഭാഗത്തേക്ക് ശക്തിയിൽ വിടുന്നത്. എന്നിട്ട് പോലും ഞാൻ നിൽക്കുന്ന ഈ പവർ ഹൗസിൻ്റെ ഭാഗത്തെ ഈ ഓടയുടെ ഭാഗത്ത് വെള്ളം ഫോഴ്സിൽ വരുന്നില്ല. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് 5 ലക്ഷം ലിറ്റർ ജല അതോറിറ്റി ഈ തോട്ടിലേക്ക് തുറന്നു വിടാനാണ്. അങ്ങനെ ചെയ്തിട്ട് പോലും ഇവിടെ വെള്ളം കടന്നു വരില്ല. അത്രത്തോളം മാലിന്യം കട്ടിപിടിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഒരു മനുഷ്യജീവൻ കുടുങ്ങിക്കിടക്കുന്നത്. ഇതെല്ലാം പറയുമ്പോഴും, അതായത് രക്ഷാപ്രവർത്തനം
ജോയി ഈ റെയിൽവേ ട്രാക്കിന് അടിയിലാണ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് എവിടെയോ ആണെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. ഇന്നലത്തെ വലിയ മഴയിൽ ഇതെല്ലാം കടന്ന് നഗരഭാഗത്തേക്ക് പാർവതി പുത്തനാറിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്നതെല്ലാമാണ് അറിയേണ്ടത്. നേവി ടീം വന്നാലും ആ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്നല്ലാതെ ഈ റെയിൽവേ ട്രാക്കിന് അടിയിലുള്ള കനാലിൻ്റെ തുരങ്കത്തിനകത്തേക്ക് കയറിയ ഒരു പരിശോധനയിൽ ഇന്നത്തെ ഈ രാത്രി പോകുമെന്ന് നാം കരുതുന്നില്ല. അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇപ്പോൾ ഇതുവരെ എത്തിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനെല്ലാം പഴിക്കേണ്ടത് നഗരസഭയെ, റെയിൽവേയെ, അതിനകത്ത് ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ ഈ കനാലിൻ്റെ ഉത്തരവാദികളായ ആമയഞ്ചാൻ തൊട്ട് ചുമതലപ്പെട്ട ഇറിഗേഷൻകാരെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നഗരത്തിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യം അടക്കമുള്ള ചാക്ക് കെട്ടിലെ മാലിന്യങ്ങൾ വന്നെത്തുന്നത് ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്ന ഭാഗത്താണ്. അവിടെ നിന്ന് മാലിന്യം കുന്നുകൂടി അടിയിലൂടെ ട്രാക്കിലേക്ക് കയറുന്നു. ഇതിനെല്ലാം പുറമെ റെയിൽവേക്ക് ഒരു വലിയ പഴിയുണ്ട്. കാരണം റെയിൽവേയുടെ മാലിന്യങ്ങൾ എവിടെ പോകുന്നു? റെയിൽവേയുടെ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കപ്പെടുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല. അവർ ഈ പ്ലാറ്റ്ഫോമിന് ഉള്ളിലുള്ള മാനുവൽ തുറന്ന് അകത്തേക്ക് നിക്ഷേപിക്കുന്നു എന്ന് വളരെ ആധികാരികമായി മേയർ അടക്കം ആരോപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നഗരസഭയുടെ ഭാഗത്തെ വീഴ്ച കൃത്യമായി ഈ മാലിന്യങ്ങൾ ഒഴുകി റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്കിനടിയിലേക്ക് ആമയഞ്ചാന്തോട് എത്തുന്ന ഭാഗത്തേക്ക് തടയാൻ അവർക്കാകുന്നില്ല. റെയിൽവേ ആകട്ടെ അവരുടെ മാലിന്യങ്ങൾ അവരുടെ ഖരമാലിന്യങ്ങൾ ഇങ്ങനെ അവരുടെ ഈ അല്ലാത്ത ജലമാലിന്യങ്ങൾ പൂർണ്ണമായി ഇതിലേക്ക് തന്നെ വിടുകയാണെന്ന് അവർ സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയത്? എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. ഇപ്പോൾ നഗരസഭ റെയിൽവേ നഗരസഭയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ട്. അതിനൊക്കെ അടിയിലാണ് ഈ കുറ്റം പറച്ചിലുകൾക്കും ഈ ബഹളത്തിനും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ശ്രമങ്ങൾക്കും കുറേ മനുഷ്യരുടെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾക്കും ഒക്കെ അപ്പുറത്തും ഒരാളുടെ ജീവൻ എവിടെയാണ്, എന്താണ് എന്നറിയാൻ കഴിയാത്ത ഒരു ദുരവസ്ഥ കൂടി നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ ടി പി മധുസൂദനൻ, യഥാർത്ഥത്തിൽ ഇതാ നോക്കൂ, അങ്ങ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എക്സ്പേർട്ടാണ്. അപ്പോൾ അതൊരു ദുരന്തമുണ്ടായതിന് ശേഷമല്ല അല്ലേ? നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത് എപ്പോഴും ദുരന്തമുണ്ടായതിന് ശേഷം പിന്നീട് എന്ത് എന്ന് ചിന്തിക്കുന്നതാണ്. ആരാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി? തീർച്ചയായിട്ടും നമ്രമുഖനായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ജോയിയുടെ മാതാവിൻ്റെ മുന്നിൽ ഒരു സമൂഹത്തിന് തല കുനിച്ച് നിൽക്കാനേ പറ്റുന്നുള്ളൂ. ജോയിക്ക് എന്തു പറ്റിയെന്ന് ഇതുവരെ നമുക്കറിയില്ല. ജോയിയെ കാണാനില്ല. ജോയി തിരിച്ചു വരണമേ എന്നുള്ള ഒരു നിലവിളിയാണ് എല്ലാവരുടെയും മനസ്സിൽ. പ്രാർത്ഥനകൾ. ഇവിടെ ആരാണ് ഉത്തരവാദി? ഞാനെന്ന സമൂഹം, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം. എന്നോ ഞാൻ കുടിച്ച് വലിച്ചെറിഞ്ഞ ഒരു കുപ്പിയും കൂടെ കാരണമാകാം. ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ഒരു പ്ലാസ്റ്റിക് ബാഗോ അല്ലെങ്കിൽ ഒരു മാലിന്യമോ ഈ ആമയിഴഞ്ചാൻ തോടിക്കൂടെയോ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന തോടുകളിലോ ഈ മാലിന്യ കൂമ്പാരത്തിന് മുതൽക്കൂട്ടായത്. ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എപ്പോഴും പരിപാലനം മാത്രമാണ്, നിർമ്മാണവും പരിപാലനവുമാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിനെക്കുറിച്ച് വളരെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്നു. ബഡ്ജറ്റിൽ തന്നെ വളരെയധികം അവയർനെസ്സിന് വേണ്ടിയിട്ട് കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റി ആയാലും പണം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതെങ്ങും ചെന്നെത്തുന്നില്ല. കടലിൽ കായം കലക്കുന്നത് പോലെ ആയിപ്പോകുന്നു. എന്താണ് കാരണം? മാലിന്യം ഉറവിടത്തിൽ തന്നെ അത് സംസ്കരിക്കണം എന്ന് നമ്മൾ തോരാതെ പറയുന്നു. അവനവൻ സൃഷ്ടിക്കുന്ന മാലിന്യങ്ങൾ അവനവൻ തന്നെ സംസ്കരിക്കപ്പെടണം എന്നുള്ള ഒരു മാനുഷിക ബോധം അവനവനിൽ ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയുള്ളൂ. ഇത് വെറും ഒരു ജോയിയുടെ പ്രശ്നം മാത്രമല്ല. ഇനി വരാനിരിക്കുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചതിക്കുഴികൾ ഇഷ്ടം പോലെയുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എന്നെപ്പോലെയുള്ളവർ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ മുക്കും മൂലയിലും അപകടക്കെണികൾ നമ്മെ കാത്തിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളുമെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവനും ക്രോസ് ആയിട്ട് യാത്ര ചെയ്യുന്ന
വഴികളുടെ തൊട്ടടുത്താണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. എന്നും നാം കാണുന്നു, മറ്റൊരാളെ കുറ്റം ചാർത്തി വിടുന്നു. ഇതിനൊരു പരിഹാരം ആരും മുന്നോട്ട് വയ്ക്കുന്നില്ല. ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞ് സ്കൂൾ കുട്ടികൾ നഷ്ടപ്പെട്ടാൽ കുറച്ച് നാളത്തേക്ക് പിന്നെ ഓട്ടോറിക്ഷകളുടെ പുറകയിലായി. ഇനിയിപ്പോൾ ഈ സംഭവം നടന്നു, ജോയ് തിരിച്ചു വരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ പറയട്ടെ, ഇതിവിടെ നിർത്തരുത്. മാത്രമല്ല, നമുക്ക് കണ്ടാലേരാം കഴിഞ്ഞ കുറച്ച് മഴക്കാല പൂർവ്വ പരിചരണങ്ങൾ ചെയ്യാത്തതിൻ്റെ നേരുദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറുകളിലും വലിയ തോടുകളിലുമൊക്കെ നമുക്കിത് സംഭവിക്കാം. പക്ഷേ നമ്മുടെ നെഞ്ചറ്റത്തോളം മാത്രം വെള്ളമുള്ള ഒരു തോട്, അതത്ര വലിയ ജലപ്രവാഹമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂട്ടായൊരു ചർച്ച ഇതോടുകൂടി തീർന്നു കഴിഞ്ഞാൽ നാളെയും ജോയിമാർ ആവർത്തിക്കപ്പെടും. ഇത് മനുഷ്യ മനസ്സിന് ഓരോ വ്യക്തിക്കും, സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഞാനല്ലേ ഇതിന് കാരണക്കാരൻ എന്ന് ചോദിക്കുകയും അവനവൻ്റെ വേസ്റ്റുകൾ, അവനവൻ ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യണം. ഒറ്റക്കാര്യം ഞാൻ പറഞ്ഞോട്ടെ, വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് വേണം നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റും ഇത്തരം അപകടങ്ങളെയും ചെറുക്കാനായിട്ട് മുന്നോട്ടിറങ്ങേണ്ടത്. ആദ്യത്തെ ചൂട് അവിടെ നടന്നിരിക്കേണ്ടതെന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. ശരി, ശ്രീ ജിജി തോംസൺ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ ജിജി തോംസൺ, ഒരു സമൂഹത്തിന് ഒന്നാകെ അഭിമാനം എന്നുള്ളതല്ല, തലയുയർത്തി നിൽക്കാൻ കഴിയാത്തത്ര വലിയ അപമാനമാണ് ഈ സംഭവിക്കുന്നത്. നമ്മൾ കുന്നുകൂട്ടിയിട്ട മാലിന്യ കൂമ്പാരത്തിനിടയിലേക്ക് വീണുപോയ ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയാതെ നമുക്ക് നോക്കി നിൽക്കേണ്ടി വരികയാണ്. നമ്മുടെ നാടിനെ പറ്റി നമുക്കറിയാം, സാധാരണഗതിയിൽ മുൻപും പറയാറുണ്ട്, ഒരു നഗരം, ഒരു നാഗരികത എത്രത്തോളം പുരോഗമനം കൈവരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റമാണ് എന്ന് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിച്ചു വന്നവരാണ് നമ്മൾ. അവിടെയാണ് നമ്മുടെ മാലിന്യ കൂമ്പാരത്തിൽ, നമ്മുടെ ഡ്രെയിനേജിലേക്ക് ഒരു മനുഷ്യൻ വീണുപോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നമുക്ക് നോക്കി നിൽക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തിന് ഇത് സംഭവിക്കുന്നത്? ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ മാലിന്യം അത് ഒരു ലക്കും ലഗാനുമില്ലാതെ തോടുകളിലേക്ക് വലിച്ചെറിയുന്നു. ഈ ഒരു നിർഭാഗ്യകരമായ പ്രവണത ഇന്ന് വരെ മാറിയിട്ടില്ല. അത് ജനങ്ങൾ മാത്രമല്ല അത് ചെയ്യുന്നത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഹോട്ടലുകൾ, അറവുശാലകൾ, പിന്നെ ഹോസ്പിറ്റൽസ്, വലിയ ആശുപത്രികൾ, ഇവരെല്ലാവരും ചെയ്യുന്നത് എന്താ? അവരുടെ മാലിന്യങ്ങളെല്ലാം തൊട്ടടുത്ത തോട്ടിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചാല മാർക്കറ്റിൽ പോയി നോക്കിയാൽ അവിടെയുള്ള അറവുശാലകൾ, അവിടെ വരുന്ന വേസ്റ്റ് അവരെന്താ ചെയ്യുന്നത്? വേസ്റ്റ് എല്ലാം കൂടെ ഒരു ചാക്കിൽ കിട്ടിയിട്ട് പന്നി ഫാമിലേക്ക് കൊടുക്കും. അവർ പന്നി ഫാമിലേക്ക് അത് കളക്ട് ചെയ്യുന്ന കോൺട്രാക്ടർ പന്നി ഫാമിൽ കൊണ്ടുപോകില്ല, അത് നേരെ ആമയഴിഞ്ഞാൽ തോടിക്കൊണ്ട് നിക്ഷേപിക്കും. അത് അവിടെ കിടന്ന് അളിഞ്ഞ് അത് അവിടെ ദുർഗന്ധമുണ്ടാക്കുന്നു. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. 2015 ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അന്ന് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളാണ് നമ്മൾ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ് പൊതുവേ നമ്മൾ പറയുന്നത്. അത് ഇന്നും അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല. ഇതിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, ഇതിനെതിരെ നടപടിയെടുക്കാനുള്ള നമുക്കുള്ള അധികാരങ്ങളുണ്ട്, അതിനുള്ള ആക്ട് ഉണ്ട്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 എന്ന് പറഞ്ഞൊരു ആക്ട് തന്നെയുണ്ട്. ആ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ചീഫ് സെക്രട്ടറിയാണ്, ജില്ലാ കളക്ടറാണ് ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ ഇതിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. ഈ ഡിസാസ്റ്റർ വന്നതിന് ശേഷം ഉപയോഗിക്കാനുള്ളതല്ല ഇത് ഡിസാസ്റ്റർ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടുന്നതാണ്. അത് ഉപയോഗിച്ചാൽ അതിന് ഒരുപാട് നിയമപരിരക്ഷയുണ്ട്. അത് ഉപയോഗിച്ചാൽ അതിലെടുക്കുന്ന നടപടികൾ ഒരിക്കലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടില്ല. അതിന് അപ്പീൽ കൊടുക്കാനായിട്ട് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ പോകണം. മറ്റൊരു കോടതികൾക്കും അതിനകത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പരിരക്ഷ ഉണ്ടായിട്ടും ഇത്രയൊക്കെ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിട്ടും നമുക്കിത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇൻകോമ്പിറ്റൻസ് ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും. കാരണം ഇതൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു 150 മീറ്റർ ദൂരത്തിലുള്ള ഒരു ടണലിൽ എന്തൊക്കെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. അതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യ ഇന്നുണ്ട്, ഇല്ലേ?
അപ്പോൾ ഇതൊക്കെ ചെയ്യാതെ നമ്മൾ ഈ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. ഈ വിഷയം ഉണ്ടായപ്പോഴാണെങ്കിലും തിരുവനന്തപുരം നഗരത്തിൽ എപ്പോഴൊക്കെ വെള്ളക്കെട്ടുണ്ടായാലും അപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഓപ്പറേഷൻ അനന്തയെ കുറിച്ചാണ്. അങ്ങ് നേരിട്ട് നേതൃത്വം നൽകിയ ഒരു പദ്ധതിയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ തലസ്ഥാനത്തുണ്ടായ വലിയ വെള്ളക്കെട്ടിനൊക്കെ പരിഹാരം കണ്ട ഒരു പദ്ധതിയുമാണ്. പക്ഷെ അതിന് തുടർ പ്രവർത്തനങ്ങൾ ഇല്ലാതെ പോയി എന്നത് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. എന്തുകൊണ്ടാണ് നമുക്കുള്ള അധികാരങ്ങൾ വിനിയോഗിക്കാൻ കഴിയാതെ പോകുന്നത്? ഇത് നോക്കൂ, നമ്മൾ ഓപ്പറേഷൻ അനന്ത നമ്മൾ 2015 ഞാൻ ചീഫ് സെക്രട്ടറി ആയപ്പോൾ ചെയ്ത പദ്ധതിയാണ്. 2014 ഞാൻ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിന് മുമ്പ് ഞാൻ എൻ്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കി. രണ്ടാം ഘട്ടം ചെയ്യാനുള്ള പരിപാടികളെല്ലാം ഞങ്ങൾ അക്കമിട്ട് എഴുതി അതിന് എത്ര രൂപ വേണം എന്ന് വരെ എഴുതി അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി ഞാൻ കളക്ടറുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അന്നത്തെ കളക്ടർ വാസുകി അത് വീണ്ടും അത് ഫോർമലായിട്ട് അത് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തു. ചീഫ് സെക്രട്ടറി ശ്രീ വിജയാനന്ദ് അത് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചു. പിന്നെ ഒന്നും സംഭവിച്ചില്ല. അപ്പോഴെന്താ 2016 പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ 2015 നടന്ന വിജയപ്രദമായി നടന്ന ഒരു പ്രവർത്തനം അത് തുടരാൻ അവർക്ക് ആഗ്രഹമുണ്ടായില്ല. ഇവിടെ അത് വളരെ വ്യക്തമാണ് ഈ കാര്യം. കാരണം UDF ചെയ്ത പ്രവൃത്തി തുടരാൻ LDFന് ആഗ്രഹമില്ല. LDF ചെയ്താൽ UDFും ചെയ്യില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശാപമാണിത്. ഇതൊരു എല്ലാം രാഷ്ട്രീയത്തിൻ്റെ കണ്ണാടിയിൽ കൂടെ മാത്രമേ നമ്മളെല്ലാം കാണുന്നുള്ളൂ. അവിടെയാണ് പ്രശ്നം. ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, ആര് ചെയ്താലെന്താ, ജനങ്ങൾക്ക് പ്രയോജനപ്രദമാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെ അത് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉരകല്ല്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യണം. അത് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, അതിനുശേഷം വേറെ പല പദ്ധതികളും കൊണ്ടുവരുന്നു. എന്തെല്ലാം പറയുന്നു, മന്ത്രിമാരെ അതിന് ചുമതലപ്പെടുത്തുന്നു. അതൊക്കെ ശരിയായ നടപടിയാണോ? മന്ത്രിമാർക്ക് എന്താ ഇതിൽ കാര്യം? പോളിസി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മന്ത്രിമാർ. ഇത് ജോലി ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. ഈ ആക്ട് അനുസരിച്ച് നടപടി എടുക്കേണ്ടത് അതിനുള്ള ഒരു മാനസികമായ ഇച്ഛാശക്തി ഉണ്ട്. ശ്രീ ജിജി തോംസൺ, ഇത് കാലിൽ ചെളിപറ്റുന്ന പണിയാണ്. അവിടേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു മനസാന്നിധ്യം കൂടി അത് ശരിയാണ്. മധു പറഞ്ഞത് ശരിയാണ്. ഇതിനൊരു മനസ്സ് വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്ലാമറസ് ജോലിയല്ല. ഒരു IAS ഓഫീസറോട് നിങ്ങൾക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അതോറിറ്റിയുടെ ചെയർമാൻ ആകണമോ അതോ ടൂറിസം ഡയറക്ടർ ആകണമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം ഏറ്റെടുക്കുമോ? അപ്പോൾ അത് ഗവൺമെൻറ് അത് ഒരാളെ കണ്ടുപിടിച്ചിട്ട് അതിന് ചുമതല ഏൽപ്പിക്കണം. അദ്ദേഹത്തിന് വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുക്കണം. അത് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കണം. ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ജോലിയല്ല, ഇറിഗേഷൻ സെക്രട്ടറിയുടെ ജോലിയാണ്. പക്ഷേ ഞാനിത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ ഇതിൻ്റെ ദുരവസ്ഥ നേരിട്ട് കാണുന്ന ആളാണ്. ഞാൻ തിരുവനന്തപുരംകാരനാണ്. ഇവിടെയാണ് ജനിച്ച് വളർന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തോട്ടൊരു ഓട പോകുന്നുണ്ട്, ഒരു ചെറിയ തോട്. തുടക്കത്തിൽ അതിന് 3 മീറ്റർ വീതി, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എലിയുടെ വാല് പോലെയാണ്. അവിടെ വന്ന് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അനുഭവസ്ഥൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ കണ്ടീഷൻ പറഞ്ഞു, ഒരു കാരണവശാലും ഒരു മന്ത്രി ഇതിൽ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഇടപെടുകയാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് ഞാൻ പണി നിർത്തും. പത്രക്കാരെ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇന്നത് കൊണ്ടാണെന്ന് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു, ഒരു കാരണവശാലും ഒരു മന്ത്രിയും ഇൻ്റർഫിയർ ചെയ്യില്ല, ജിജിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്തു. 26-30 കിലോമീറ്റർ ദൂരത്തിലുള്ള ഓടയുടെ പുറത്തുള്ള എല്ലാ എൻക്രോച്ച്മെൻറ്റ്സും അതിനകത്ത് പാർട്ടി ഓഫീസുകൾ ഉണ്ടായിരുന്നു. ഞാൻ പാർട്ടികളുടെ പേര് പറയുന്നില്ല. പിന്നെ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, പള്ളികളുണ്ടായിരുന്നു, അമ്പലം ഉണ്ടായിരുന്നു, ആൽമരം ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ നീക്കം ചെയ്തു. ആർക്കും ഒരു എതിർപ്പുണ്ടായില്ല. ആദ്യം എതിർത്തവരൊക്കെ പിന്നീട് ജനരോഷം പേടിച്ചിട്ട് എല്ലാവരും ഒന്നും മിണ്ടാതിരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? നമ്മുടെ ഇവിടെ സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീകുമാർ തിയേറ്റർ വരെ പോകുന്ന ആ ഭാഗത്തുള്ള ആ റോഡ് SS കോവിൽ റോഡ് എന്നാ പറയുക, മാഞ്ഞാലിക്കുളമൊക്കെ അവിടെയാണ്, അറിയില്ലേ? അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഇരുവശത്തും ഒന്നും ഉള്ള ഹോട്ടലുകൾ, ചെറുകിട ഹോട്ടലുകൾ, അവർക്കൊന്നും ഒരു വേസ്റ്റ് കളയാനുള്ള ഒരു മാർഗമില്ല. അവരെല്ലാം അത് അടുത്ത ഓടയിലേക്കാണ് കൊണ്ട് കളയുന്നത്. ഈവൻ കക്കൂസ് വേസ്റ്റ് പോലും അവിടെയാണ് കൊണ്ട് ഡംപ് ചെയ്യുന്നത്. അതാണ് ഇതിൽ കൂടിയൊക്കെ ഒഴുകുന്നത്. ഇങ്ങനെ ഇതെല്ലാം ഒഴുകി ചെന്ന് ചേരുന്നത് എവിടെയാണ്? അത് നമ്മുടെ ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ താഴെയാണ്. കാരണം തമ്പാനൂരിൽ നിന്നും പോയി മോസ്ക് ലൈൻ വഴി നമ്മുടെ ബസ് സ്റ്റേഷൻ കറങ്ങി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ ചെല്ലും. അതാണ് നമ്മുടെ വലിയ ബോട്ടിൽ നെക്ക്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ നിരന്തരമായിട്ട് എല്ലാ വർഷവും നമ്മളത് ചെയ്യണം. ഇപ്പോൾ അവിടെ തർക്കം നടക്കുകയാണ്. ഇത് റെയിൽവേയുടെ ജോലിയാണോ കോർപ്പറേഷൻ്റെ ജോലിയാണോ? 2015 തർക്കം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ റെയിൽവേ ബോർഡ് ചെയർമാനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ട് സഹകരിച്ചു. റെയിൽവേയുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കി. അങ്ങനെ ഞങ്ങൾ അത് അവിടെ ചെയ്തു. ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. 8 മണി വരെ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മറ്റതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്രയും സമയം ഞാൻ അങ്ങയിൽ നിൽക്കുന്നത്.
ശ്രീ ജിജി തോംസൺ, ഇപ്പോൾ അങ്ങ് ചീഫ് സെക്രട്ടറി ആയിട്ടാണ് വിളിക്കുന്നത്, അതുകൊണ്ട് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. നഗരസഭയ്ക്ക് ഇതിൽ എത്രത്തോളം അധികാരപൂർവ്വം ഇടപെടാൻ കഴിയും? ഇത് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒന്നാണോ? അല്ല അല്ല അല്ല, മധു പറഞ്ഞത് കറക്റ്റ്. കാരണം ഇത് നഗരസഭയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല. മേയർ വിളിച്ചാൽ DRM വരില്ല, കളക്ടർ വിളിച്ചാൽ പോലും ചിലപ്പോൾ DRM വരില്ല, വേറൊരു പ്രതിനിധി അയക്കും. ചീഫ് സെക്രട്ടറി വിളിച്ചാൽ അവർ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ഒരു ഓഫീസർ ഇത് കോർഡിനേറ്റ് ചെയ്യണം. കാരണം പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, റെയിൽവേ ഉണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, റോഡ്സ് ഉണ്ട്, പിന്നെ ഇറിഗേഷൻ, മേജർ, മൈനർ, പിന്നെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ വാട്ടർ അതോറിറ്റി, പിന്നെ കോർപ്പറേഷൻ, ഇവരെ എല്ലാവരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹയസ്റ്റ് ലെവലിലുള്ള ഒരു ഓഫീസർ തന്നെയായിരിക്കണം. അത് പറ്റുമെങ്കിൽ അത് ചീഫ് സെക്രട്ടറി തന്നെയായിരിക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്കൊരു നാണക്കേടാണ് അല്ലേ? ഇത്രയും ഇപ്പോഴും തന്നെ ഏത് ദിവസം എവിടെ വേണമെങ്കിലും സിറ്റിയിൽ പോയി നോക്കൂ, എല്ലാ ഓടകളിലും എന്തുമാത്രം മാലിന്യമാണ് കൊണ്ട് ഡംപ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ സിവിക് സെൻസ് എന്ന് പറയുന്നത് എന്താണ്? എന്നാണ് ഇതൊക്കെ ശരിയാകുന്നത്? ഇപ്പം നമ്മൾ മാലിന്യം അതാത് വീടുകളിൽ സംസ്കരിക്കണം എന്നൊക്കെ പറയാൻ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാം. പക്ഷേ ഇത് എവിടെ കൊണ്ട് കളയും? 3-3.5 സെൻറ്റിലൊക്കെ വീട് വയ്ക്കുന്ന ആൾക്കാരെ ഈ മാലിന്യം കൊണ്ട് കളയുന്ന എവിടെയാണ്? അതാണ് ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ റോഡിൽ കൂടി രാവിലെ നടക്കാൻ പോകുമ്പോൾ ഒരു സ്കൂട്ടറിൽ ഒരു പുരുഷനും സ്ത്രീയും പോവുകയാണ്. സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ജംഗ്ഷൻ എത്തിയപ്പോൾ അവരാരും കാണുന്നില്ല എന്ന് കണ്ട് ഒരു പ്ലാസ്റ്റിക് പാക്കറ്റ് എടുത്ത് ഇങ്ങനെ എറിഞ്ഞു. ആ കഷ്ടകാലത്തിന് എൻ്റെ മുമ്പിലാണ് അത് വന്ന് വീണത്, ദേഹത്ത് കൊണ്ടില്ല. അതപ്പം തന്നെ അവിടെ പൊട്ടി. അവിടെ എന്തെല്ലാം വൃത്തികേടുകളാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇത് ഇപ്പോഴും നടക്കുന്നില്ലേ? എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് സിംഗപ്പൂരിൽ പോയിട്ട് ഒരാൾ പോലും തുപ്പില്ലല്ലോ? തുപ്പിയാൽ $500 പിഴ കൊടുക്കും. അങ്ങിലേക്ക് ഞാൻ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ഇന്ന് മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇത് മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ അധികാര പരിധിയിൽപ്പെടുന്ന ഒന്നല്ല എന്ന് നഗരസഭ പ്രതിരോധിക്കുന്നുണ്ട്. റെയിൽവേയുടെ ADRM കുറച്ചു മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് റെയിൽവേയുടെ മാലിന്യമല്ല, ഇവിടേക്ക് മാലിന്യം ഒഴുകിയെത്തുന്നത് നഗരസഭ ആണ് അതിൻ്റെ സംസ്കരണ ചുമതല എന്നുള്ളതാണ്. ഇതൊരു ബ്ലെയിം ഗെയിമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നമുക്ക് ജീവനുകൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ലല്ലോ. അത് ഇവിടെ നമ്മളിപ്പോൾ 33 മണിക്കൂറായി നമ്മുടെ കൂട്ടത്തിൽ ഒരാളിനെ നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് ജീവനോടെ തന്നെ കണ്ടെത്തണമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെ നമ്മുടെ തെരച്ചിൽ നടക്കുകയാണ്. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, അതുപോലെ അവരുടെ തന്നെ സ്കൂബ ടീം നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ടീംസ് വന്നിട്ടുണ്ട്, NDRFൻ്റെ ടീം വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ നേവി വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ കഴിഞ്ഞ 33 മണിക്കൂറായിട്ട് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നഷ്ടപ്പെട്ടു. അദ്ദേഹം നഷ്ടപ്പെട്ടത് വെറും ദിവസം 1500 രൂപ കൂലിക്ക് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ക്ലീനിങ്. ആ ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസമായി കാണാത്തവർ, തിരുവനന്തപുരത്ത് നഗരവാസികൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവർ ഈ പർവ്വതി പുത്തനാറിലെ മാലിന്യവും അതിൻ്റെ അവസ്ഥയും അതിനടുത്തുകൂടി പോയാൽ ഉള്ള ഗന്ധവുമൊക്കെ, രൂക്ഷഗന്ധവുമൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് മലയാളികൾ എല്ലാവരും ഇതിപ്പോൾ TV ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു അവസ്ഥ നോക്കൂ. ഇപ്പോൾ സുനിത വില്യംസ് സ്പേസിൽ പോയിട്ട് അവർക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി അവർ പോയ വാഹനത്തിൻ്റെ തകരാറ് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോഴാണ് 33 മണിക്കൂറായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ, അത് നമ്മൾ തന്നെ നിക്ഷേപിച്ച മാലിന്യത്തിൽപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ജീവനോടെയോ അല്ലാതെയോ പുറത്തെടുക്കാൻ, അദ്ദേഹത്തെ കണ്ടുകിട്ടാൻ നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള എല്ലാ റിസോഴ്സസും നമ്മൾ ഉപയോഗിച്ചിട്ടും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ദുഃഖസത്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ വസ്തുതകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ കാണുവാൻ. ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന റെയിൽവേ മേൽപ്പാലം അല്ലെങ്കിൽ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെ പിന്നെ എന്താ പറയുക പ്ലാറ്റ്ഫോംസിൻ്റെ അടിയിലൂടെയുള്ള ഈ കൾവേർട്സ് അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള പിന്നെ മാൻഹോൾസ്, ഇതൊന്നും ക്ലീൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എത്രത്തോളം ഇത് അടഞ്ഞിട്ടുണ്ടതിനെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച പോലും ചെയ്യില്ല. അപ്പോൾ ഒരു മനുഷ്യജീവൻ കുരുതി കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ കാണാതാകേണ്ടി വന്നു ഇത്തരത്തിലൊരു അന്വേഷണം നടത്താൻ പോലും. ഇപ്പോഴും റെയിൽവേ കൊടുത്തിരിക്കുന്ന പിന്നെ എന്താ പറയുന്ന അവരുടെ സ്കെച്ച് ആൻഡ് പ്ലാൻ അനുസരിച്ചല്ല അതിലേക്കൂടെ ഓടകൾ പോയിരിക്കുന്നതെന്ന് കാണുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ അവസരത്തിൽ രാഷ്ട്രീയം സംസാരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ 33 മണിക്കൂറായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കാണാതിരിക്കുകയും ആ കാണാതിരിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതിനിടയ്ക്കും പരസ്പരം ചെളിവാരി എറിയാനാണ് കോർപ്പറേഷനും റെയിൽവേയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, കോർപ്പറേഷനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി ഇടപെടുന്നു. നമ്മൾ ഇന്നലെ നോക്കൂ, ഇന്നലെ വളരെ പെട്ടെന്ന് ഇങ്ങനെ 10:30 മണിക്ക് അയാളെ കാണാതാകുന്നു, 11 മുതൽ അന്വേഷണം ആരംഭിക്കുന്നു, വളരെ ലാഘവത്തോടുകൂടി നമ്മൾ തുടങ്ങുന്നു. സ്വാഭാവികമായിട്ട് അവിടെ എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിരിക്കാം എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ, പക്ഷേ അദ്ദേഹത്തെ കിട്ടാതാകുമ്പോഴാണ് അതിൻ്റെ ഗൗരവം ഓരോ മണിക്കൂർ കഴിയുന്തോറും നമ്മളെ സംബന്ധിച്ച്, പിന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്, ഭരണകർത്താക്കളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടു വരുന്നത്. 33 മണിക്കൂർ കഴിഞ്ഞിട്ടും അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോർപ്പറേഷൻ പരാതി പറയുന്നു റെയിൽവേയുടേതാണ്, റെയിൽവേ പരാതി പറയുന്നു കോർപ്പറേഷനാണ്. റെയിൽവേ ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് 2015-ലും 2017-ലും 2019-ലും ഒക്കെ ഈ പിന്നെ റെയിൽവേയുടെ ഭാഗത്ത് ക്ലീനിങ് നടത്തിയിട്ടുള്ളത് കോർപ്പറേഷനാണെന്ന് പറയുന്നു. റെയിൽവേയുടെ മാത്രം ചപ്പുചവറുകളല്ല, അല്ലെങ്കിൽ വേസ്റ്റുകളല്ല അവിടെ. എന്നിട്ടും കഴിഞ്ഞ വർഷം അവർ വൃത്തിയാക്കി എന്നുള്ളതാണ് ഏറ്റവും അവസാനം മീഡിയാറും പറയുന്നത്. പക്ഷേ അതിനു മുന്നിൽ നഗരസഭ കൊടുത്തിരിക്കുന്ന പല നോട്ടീസുകളുണ്ട്. ഇത് വൃത്തിയാക്കാത്തത് മൂലം വെള്ളക്കെട്ടുണ്ടാകുന്നു. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇവർ തമ്മിലുള്ള ഒരു തർക്കം, ആ തർക്കത്തിൽ ആര് ശരി ആര് തെറ്റ് എന്ന് സ്ഥാപിക്കാനുള്ള സമയമല്ല ഇത്. ഇത് നേരത്തെ വേണമായിരുന്നു. ഈ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അത് ശ്രീ ജി തോംസൺ സാർ പറഞ്ഞതുപോലെ അത് പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് മേയറുടെ കയ്യിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ കൈവശം കൊണ്ട് റെയിൽവേ നിലയ്ക്ക് നിർത്താനോ അല്ലെങ്കിൽ റെയിൽവേക്ക് കോർപ്പറേഷൻ നിലയ്ക്ക് നിർത്താനോ കഴിയുന്നില്ലായിരുന്നെങ്കിൽ അതിന് അപ്പർ ബോഡികളുടെ സഹായം തേടണമായിരുന്നു. അതിനാണല്ലോ സംസ്ഥാന സർക്കാർ ഉള്ളത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ആർട്ടിക്കിൾ, ഞാൻ സ്വാഭാവികമായിട്ട് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അതേക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രീ ബിജു പ്രഭാകരൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. 2021 ഒക്ടോബർ 16 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്. ഇവർ ഈ ഓപ്പറേഷൻ പിന്നെ എന്താ പറയുന്നത് ഓപ്പറേഷൻ അനന്ത നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് ഏകദേശം 10-60 കോടി രൂപ ചിലവാക്കിക്കൊണ്ട് 2015-ൽ തയ്യാറാക്കിയത്, അത് അന്നത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് തയ്യാറാക്കിയത്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത്, തിരുവനന്തപുരത്തെ മന്ത്രിയായിരുന്ന ശ്രീ VS ശിവകുമാർ ഉൾപ്പെടെ മേൽത്തോട്ടം നൽകിയത്. പക്ഷേ അവരൊക്കെ ടെക്നിക്കലായി നമ്മുടെ ജി തോംസൺ സാർ പറഞ്ഞതുപോലെ അതിനകത്ത് ഇടപെട്ടിട്ടില്ല. അന്നത്തെ പിന്നെ നമ്മുടെ കളക്ടറായിരുന്ന ശ്രീ ബിജു പ്രഭാകർ, ഇവർ രണ്ടുപേരും എല്ലാ ദിവസവും മാതൃഭൂമി പത്രത്തിൽ ഉൾപ്പെടെ എല്ലാ ദിവസവും നമ്മൾ കാണാറുണ്ട്. ഇവർ ഈ പദ്ധതി പ്രദേശത്തേക്ക് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ബിജു പ്രഭാകറും ഒക്കെ പോയി പരിശോധിക്കുന്നതും അതിൻ്റെ ഇടപെടലുകൾ നടത്തുന്നതുമൊക്കെ. അന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ അവർ കേട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. കാരണം അവിടെ പിന്നെ എന്താ പറയുക, കച്ചവടക്കാരെ സംബന്ധിച്ച് അവരുടെ കടയുടെ മുമ്പിൽ പൊളിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപം കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിനുശേഷം 3-4 വർഷത്തേക്ക് ഇതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷേ 2015-ൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒറ്റ വർഷത്തേക്ക് മാത്രം നിലനിർത്തി കൊണ്ടുപോവുകയും പിന്നീട് വന്ന സർക്കാർ അത് ഫോളോ അപ്പ് നടത്തിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞാൽ പൊളിറ്റിക്കലായി പോകും. പക്ഷേ ജി തോംസൺ സാർ തന്നെ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ വലുതാണെന്ന് നമ്മൾ മറക്കരുത് ഒന്നുകൂടി. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത്തരത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ മേയറൊക്കെ വന്നതെന്ന് ഇന്നലെയും നോക്കി നമ്മൾ കാണുമ്പോൾ 24 മണിക്കൂറും ആര് മൈക്ക് വെച്ചാലും ആദ്യം പറയുന്നത് റെയിൽവേക്കെതിരായിട്ടാണ്. അതല്ലല്ലോ വേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ നഷ്ടപ്പെടുമ്പോൾ അത് എന്തുകൊണ്ട് ഇത്രയും പിന്നെ വീഴ്ച, അത് കോർപ്പറേഷൻ്റെ ഭാഗത്തായാലും റെയിൽവേയുടെ ഭാഗത്തായാലും അല്ലെങ്കിൽ PWയുടെ ഭാഗത്തായാലും, അല്ലെങ്കിൽ നോക്കൂ, ഇറിഗേഷൻ മിനിസ്റ്റർ പറഞ്ഞു ഇപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തേണ്ട സമയമല്ല. ഇറിഗേഷൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്, റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്, കോർപ്പറേഷൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് വളരെ പക്വമായ ഒരു കമൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നുള്ളത്. അത് നമ്മൾ കൃത്യമായി പറയുകയും വേണമല്ലോ. ഇറിഗേഷൻ മിനിസ്റ്റർ പറഞ്ഞതിൻ്റെ ഒരു ധ്വനി അതവിടെ പിന്നെ എന്താ പറയുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി ഈ സംഭവത്തിൻ്റെ ഈ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു കമൻറ്റായിരുന്നു. എന്നാൽ ബാക്കി ഭാഗത്ത് വന്നിരിക്കുന്ന അത്തരത്തിലല്ല. അപ്പോൾ അവിടെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, റവന്യൂ ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്, മൈനർ ഇറിഗേഷൻ ഉണ്ട്, മേജർ ഇറിഗേഷൻ ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്, റെയിൽവേ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇവരെല്ലാവരും ചേർന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിൽ ഓടയും ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നേരത്തെ വേണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷമടക്കം മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത്. ഡോക്ടർ ഷിജു ഖാൻ, ഞാൻ താമസിച്ചു അങ്ങിലേക്ക് എത്താൻ, നിങ്ങൾക്ക് സാഹചര്യം മനസ്സിലാകുമല്ലോ. എന്നിരുന്നാലും ഡോക്ടർ ഷിജു ഖാൻ, ഇത് മനുഷ്യൻ്റെ, പൗരൻ്റെ ആരോഗ്യത്തിൻ്റെ, ആയുസ്സിൻ്റെ, ജീവൻ്റെ ഒക്കെ പ്രാഥമികമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സംവിധാനങ്ങൾക്കാണ്. അതുകൊണ്ട് സർക്കാരിന് ഇതിലൊരു ഉത്തരവാദിത്തമുണ്ട്. മന്ത്രിമാരടക്കം, മേയറടക്കം മണിക്കൂറുകൾ, ശരിയാണ്, ഈ പറയുന്ന രക്ഷാപ്രവർത്തന ദൗത്യം തുടങ്ങിയപ്പോൾ മുതൽ ഊണുമുറക്കവും ഉപേക്ഷിച്ച് അവിടെ നിൽക്കുന്ന സാഹചര്യമൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. അതിലൊന്നും ആർക്കും പഴിയൊന്നുമില്ല. എന്നിരുന്നാലും ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടാകാൻ, ഈ മാലിന്യം ഇങ്ങനെ കൂടിക്കിടന്ന് മുന്നോട്ട് പോകാൻ, അതിൻ്റെ പേരിൽ ഇതുവരെ അനുഭവിച്ച വെള്ളക്കെട്ടും ദുരിതത്തിനും അപ്പുറം ഒരു മനുഷ്യജീവൻ ചോദ്യചിഹ്നമായി നിൽക്കാനിടയായ സാഹചര്യം, അതിനെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? വാസ്തവത്തിൽ ഞാൻ ഈ ചർച്ചയിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ഇത്തരം ചർച്ചകൾ ആളുകളെ ആശങ്കപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ സംഭവം അതിൻ്റെ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരമാവധി ആളുകളെ ആശങ്കപ്പെടാതിരിക്കത്തക്ക വണ്ണമുള്ള ഒരു ചർച്ചയായി തന്നെ മാറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്.
പിന്നെ മറ്റ് ഏതെങ്കിലും വളരെ ഗുരുതരമായ പ്രത്യാരോപണങ്ങൾ അപ്രകാരം നടത്തേണ്ടുന്ന ഒരു സന്ദർഭമാണിതെന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഈ സംഭവങ്ങൾക്ക് ശേഷം, ഈ വാർത്ത വന്നതിന് ശേഷം മേയർ ആര്യ രാജേന്ദ്രനുമായിട്ടും ഡെപ്യൂട്ടി മേയർ പി കെ രാജുവുമായിട്ടുമൊക്കെ സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ DYFIയുടെ തന്നെ യൂത്ത് ബ്രിഗേഡ് പരിശീലനം സിദ്ധിച്ച ഒരു 50 പേരടങ്ങുന്ന ഒരു ടീം അടക്കം അവിടെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുകയുണ്ടായി. NDRF ടീം വരുന്നതുവരെ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ, ഞങ്ങൾ കഴിയുന്നത് വിധത്തിലുള്ള ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യമായ ഒരു ഇടപെടലും DYFIയുടെ ഭാഗത്ത് നിന്ന് ചെയ്യുകയുണ്ടായി. ഇവിടെ പരാമർശിക്കുന്ന ഒട്ടേറെ മാലിന്യ പ്രശ്നങ്ങളുടേതായ ഒരു സാഹചര്യം തീർച്ചയായിട്ടും അതൊരു ചർച്ച കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിലോ പറഞ്ഞു തീർക്കാനാവുന്നതല്ല. പൊതുവിൽ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, സമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും തുടർന്നുള്ള ചർച്ചകളിൽ നമുക്ക് അതൊക്കെ ഗൗരവത്തോടെ ചർച്ച ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ ഇവിടെ റെയിൽവേയുടെ അധീനതയിലുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ റെയിൽവേ എന്ന് പറഞ്ഞാലും കോർപ്പറേഷൻ എന്ന് പറഞ്ഞാലും സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന സ്ഥാപനങ്ങളാണ്. ഈ പ്രസ്തുത വിഷയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ആ തമ്പാനൂർ തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് തുടങ്ങി റെയിൽവേയുടെ ഭാഗമായിട്ട് പോകുന്ന പിന്നെ ഓടയുടെ വിവിധങ്ങളായ ഭാഗങ്ങൾ, ഏതാണ്ട് 3/4 ഭാഗത്തോളം അത് ഒഴുകി പാർവതി പുത്തനാറിൽ പിന്നെ ചേരുന്നത് വരെയുള്ള ഭാഗമൊക്കെ റെയിൽവേയുടെ അധീനതയിൽപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ റെയിൽവേയുടെ അധീനതയിൽപ്പെട്ട സ്ഥലമായതുകൊണ്ട് കോർപ്പറേഷൻ ഉത്തരവാദിത്തമില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ, കോർപ്പറേഷൻ ഏതാണ്ട് നിരവധി തവണ 17/5/2024 7/5/2024 അടക്കം നിരവധി തവണ റെയിൽവേക്ക് കത്ത് കൊടുത്തു. റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വേറൊരു വലിയ സ്ഥാപനമാണ്. ഇപ്പോൾ റെയിൽവേ, എയർപോർട്ട്, അതോടൊപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങൾ, അതൊക്കെ ഓരോ സ്ഥാപനങ്ങളും അവയുടേതായ പ്രത്യേക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ റെയിൽവേക്ക് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ കോർപ്പറേഷൻ ഒരു ശ്രമം നടത്തി. തീർച്ചയായിട്ടും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കോർപ്പറേഷനും ചില ചോദ്യങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ആ കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ട്. അതുകൊണ്ട് കോർപ്പറേഷൻ ഇടപെട്ടില്ല എന്നോ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ പിന്മാറിയെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കോർപ്പറേഷൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടു, പക്ഷേ റെയിൽവേയുടെ ഭാഗത്തു വരുന്ന ആ മാലിന്യങ്ങൾ അത് തീർച്ചയായിട്ടും നീക്കം ചെയ്യേണ്ടതുണ്ട്. ആ നീക്കം ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം എന്തുകൊണ്ട് നടന്നില്ല? പിന്നെ കോൺട്രാക്ട് തൊഴിലാളികളെ ഇതിനെ നിയോഗിക്കുമ്പോൾ അവരൊക്കെ വാസ്തവത്തിൽ അത്തരമൊരു മുൻകരുതലും അത്തരമൊരു സംവിധാനവും ഒക്കെ ഏർപ്പെടുത്താനും റെയിൽവേക്ക് ചുമതലയില്ലേ? തീർച്ചയായിട്ടും മാധു, ഞാൻ ഉന്നയിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിബേറ്റ് എന്ന നിലയിലല്ല. നമ്മളൊക്കെ ആലോചിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ പോലൊരു സംവിധാനം ഈ മാലിന്യങ്ങളെ അതെ റെയിൽവേ ഈ മാലിന്യം നീക്കം ചെയ്യാനൊക്കെ നിയോഗിക്കുമ്പോൾ അതിന് പിന്നെ എത്രമാത്രം മുൻകരുതൽ റെയിൽവേ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ഇപ്പം ഇന്നലെ മുഴുവൻ രാത്രി ഉടനീളം ഞാനും അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ നമുക്കറിയാം അവിടുന്ന് പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കിൻഫ്രയിൽ നിന്നടക്കം ആധുനികമായ യന്ത്രങ്ങൾ കൊണ്ടുവരുന്നു. അതിനു മുമ്പ് തന്നെ ടെക്നോ പാർക്കിലെ പിന്നീട് സ്റ്റാർട്ടപ്പ് എന്ന നിലയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. നമുക്ക് ഇറങ്ങിയെടുക്കാൻ കഴിയാത്ത മാലിന്യങ്ങളെ പ്രത്യേകം തരംതിരിച്ച് കണ്ടെത്തി അത് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. അവിടെ നമ്മുടെ ഫയർഫോഴ്സും പോലീസും കളക്ടറും മേയറും അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ സജ്ജമാണ്. എന്നാൽ NDRF പോലുള്ളൊരു ടീം കുറെ കൂടി ദേശീയ അടിസ്ഥാനത്തിൽ ഈ ദുരന്തങ്ങളെ നേരിടാൻ പ്രാപ്തിയുള്ളവരാണ്. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ഞങ്ങൾ മാറിയത്. അപ്പോൾ NDRF ടീമും ഇത്രയും സമയം അവരും അവരുടെ ശ്രമം നടത്തുകയാണ്. സ്കൂബ ഡൈവിംഗ് ടീം അവരുടെ ശ്രമം നടത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒന്ന് അടിസ്ഥാനപരമായി നിങ്ങൾ ഉന്നയിച്ചൊരു വിഷയമുണ്ട്. ഈ മാലിന്യങ്ങളെ എങ്ങനെയാണ് സംസ്കരിക്കുക? പ്രത്യേകിച്ചും റെയിൽവേ പോലൊരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ അധികാര പരിധികൾ വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ റവന്യൂവിന്റെ ഭൂമിയെന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭൂമിയെന്നോ കോർപ്പറേഷന്റെ അധികാര പരിധിയെന്നോ ഉള്ള വ്യത്യാസം പോലെ റെയിൽവേയുടെ അധീനതയുള്ള സ്ഥലമാണ്.
അപ്പോൾ ഇവിടെ ബഹുമാന്യനായിട്ടുള്ള ജിജി തോംസൺ സാറും അതോടൊപ്പം പിന്നെ ഇതിലെ എക്സ്പെർട്ടും ഒക്കെ സംസാരിക്കുകയുണ്ടായി. ഞാൻ ചൂണ്ടിക്കാൻ റെയിൽവേയുടെ ഭൂമിയിലേക്ക് കോർപ്പറേഷന് സർവ്വ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കടന്നു ചെല്ലാൻ പരിമിതിയുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന് അടക്കം പരിമിതിയുണ്ട്. നിങ്ങൾ കാണേണ്ടത് ജൂലൈ 4-ന് ബഹുമാനപ്പെട്ട പിന്നെ നമ്മുടെ ഹൈക്കോർട്ടിൽ നിന്ന് അടക്കം വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നിങ്ങൾ കാണേണ്ടതുണ്ട്. ഈ നമ്മുടെ റെയിൽവേ, ഞാനിപ്പോൾ റെയിൽവേയെ മുഴുവൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ആകെ ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നു എന്നൊരു അഭിപ്രായത്തിലല്ല. റെയിൽവേയെ കുറിച്ച് പറഞ്ഞത് ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ എന്ന നിലയിൽ ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ വേസ്റ്റ് മാനേജ്മെന്റിലെ അലംഭാവത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയും, ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ എന്നാണ്. എന്ന് പറഞ്ഞാൽ റെയിൽവേയിൽ നിന്ന് പുറന്തള്ളുന്ന ദ്രവമാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം അവർക്കുണ്ടോ? ഇവിടെ വേസ്റ്റ് കുമിഞ്ഞുകൂടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ആ ഭാഗത്ത് നിന്ന് ആരംഭിച്ച് അപ്പുറത്തേക്ക് റെയിൽവേയുടെ ഭാഗത്തേക്ക് കടന്നു പോകുന്ന പിന്നീട് അവിടേക്ക് ഈ മാലിന്യങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ മാലിന്യങ്ങൾ കുന്നുകൂടിയാൽ അല്ലെങ്കിൽ മാലിന്യങ്ങൾ അവിടെ ഉണ്ടായാൽ അത് സംസ്കരിക്കാനല്ല, അത് കണ്ടെത്തി അത് സംസ്കരിപ്പിക്കാനുള്ള ചുമതല റെയിൽവേ പിന്നെ ശ്രമിക്കേണ്ട 3 പേരെ അതിന് നിയോഗിച്ച് ഞങ്ങളുടെ ചുമതല നിർവഹിക്കുന്നുവെന്നാണോ പറയേണ്ടത്? മണിക്കൂറായിട്ട് ഇത്രയും വലിയ സംവിധാനം ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യത്തിനാണ് 3 മനുഷ്യരെ, അതും ഈ മേഖലയിൽ പ്രാവീണ്യമില്ലാത്ത 3 മനുഷ്യരെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ അതിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളത് ആ കരാറുകാർക്കെതിരെയൊക്കെ ഈ പറയുന്ന ദുരന്ത എന്നതൊക്കെ ചിന്തിക്കേണ്ടതാണ്. എന്താണ് അങ്ങ് പറഞ്ഞതാണ്? നമുക്ക് അവരെ ഇറങ്ങിയവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. കരാറേൽപ്പിച്ചവരുണ്ടല്ലോ, അല്ലെ ഇറങ്ങുന്നവർ നിസ്സഹായരായ മനുഷ്യരാണ്. 1500 രൂപയ്ക്ക് ഒരു ദിവസം ഈ പറയുന്ന ചേറിൽ നീന്താൻ ഇറങ്ങുന്ന മനുഷ്യരെ നമുക്ക് ഒരു തരത്തിലും കുറ്റം പറയാൻ കഴിയില്ല. അതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളാണ്, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ അതിജീവന സാധ്യതകളൊക്കെയാണ്. അതിനൊന്നും നമുക്ക് ഒരു തരത്തിലും കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ കരാറുകാർക്കെതിരെ ഒക്കെ ഈ പറയുന്ന സുരക്ഷാ ക്രമീകരണം അവർ നടത്തിയിട്ടുണ്ട്, അടക്കമുള്ള അന്വേഷണമൊക്കെ ഉണ്ടാകേണ്ടതാണ്. ശരി, ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ അരുൺ ഭാസ്കർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ അരുൺ ഭാസ്കർ, കേരളം ഒന്നാകെ നമ്മുടെ ഈ രക്ഷാപ്രവർത്തകരോട്, ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരോട്, NDRF സംഘാംഗങ്ങളോട്, അവിടെ പണിയെടുക്കാനും ഒരു കൈയെങ്കിൽ ഒരു കൈ സഹായത്തിനെത്തുന്ന എല്ലാ മനുഷ്യരോടും നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തേണ്ട ഒരു സമയം തന്നെയാണ്. അത് എല്ലാ മാധ്യമങ്ങളും ആ ഉത്തരവാദിത്വത്തോടെ ജനങ്ങളിലേക്ക് അവരുടെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളെ എത്തിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും നോക്കൂ, ഇതിപ്പോ ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. എങ്ങനെയാണ് ഈ പറയുന്ന രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കുക? ഒരു മനുഷ്യനെ തേടുക എന്നതിനപ്പുറത്തേക്ക് ഈ മാലിന്യം 1 ഇഞ്ച് നീക്കുക എന്ന് പറയുന്ന വലിയ വെല്ലുവിളി എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നാണ്? ഓക്കെ, നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ സ്കൂബ അണ്ടർ വാട്ടർ ഡൈവിംഗ് ടീം, സ്കൂബ ടീം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ സ്പെഷ്യലൈസ്ഡ് വാട്ടർ റെസ്ക്യൂ ടീമാണ്. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു 30 പേര് റെഡിയായി രാവിലെ തൊട്ട് 32-36 മണിക്കൂർ വർക്ക് ചെയ്യും. അപ്പോൾ ആക്ച്വലി നമ്മൾ 400 അടിയോളം ദൂരത്തിലുള്ള ആമേഴഞ്ചാത്തോടിൻ്റെ ആ റെയിൽവേ ബ്രിഡ്ജിനടുത്തുള്ള സ്ഥലം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു. ഒരു ഏരിയ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഏരിയ, പല സ്ഥലങ്ങളും ബ്രിഡ്ജിന് കൺഫൈൻഡ് ഏരിയാസിൽ ചെളിയും ഏകദേശം 1 മീറ്ററോളം ചെളി അടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ മറ്റ് വേസ്റ്റ് കിടഞ്ഞു കിടന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു ഫ്ലോയിങ് വാട്ടർ ആണെങ്കിൽ, ഒഴുകുന്ന ഒരു വെള്ളമാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയേനെ, വളരെ പെട്ടെന്ന് സെർച്ച് ചെയ്യാനും പറ്റുമായിരുന്നു. അതുപോലെ അണ്ടർ വാട്ടർ നിങ്ങൾക്കറിയാം, ഒരു 120 അടി വരെയെങ്കിലും അതിൽ കൂടുതൽ ആഴത്തിലും ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, നമ്മുടെ സ്കൂബ ടീം, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സ്കൂബ ടീം മുങ്ങി ആളിനെ രക്ഷിക്കുകയും ബോഡി എടുക്കുന്ന ടീമാണ്. എത്രയോ വർഷങ്ങളുടെ, ഏകദേശം 10 വർഷത്തിലധികമായിട്ട് നമ്മുടെ ടീം തന്നെയാണ് അണ്ടർ വാട്ടർ റെസ്ക്യൂ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് ജലാശയത്തിൽ ഏതാൾ പോയാലും ബോഡി പോയാലും പുറത്തുനിന്നൊരു ടീമിനെ നമുക്കിങ്ങനെ വിളിക്കേണ്ട ഒരു അവസ്ഥയില്ല. അപ്പോൾ അത് വെള്ളമാണ്. ഇപ്പോൾ വെള്ളത്തിനടിയിൽ രക്ഷാപ്രവർത്തനം നമ്മൾ സെറ്റാണ്. കാരണം നമുക്ക് അണ്ടർ വാട്ടർ റെസ്ക്യൂവിന് വേണ്ടി ഫോർട്ട് കൊച്ചിയിൽ ട്രെയിനിങ് അക്കാഡമി ഉണ്ട്, ഫയർ സർവീസ് അക്കാഡമി തൃശ്ശൂരുണ്ട്, സിവിൽ ഡിഫൻസിൻ്റെ അക്കാഡമി ഉണ്ട്. നമ്മുടെ ബെറ്റർ, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ട്രെയിൻഡ് ടീമാണ് നമ്മൾ മറ്റ് ഫയർ സർവീസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫീൽഡിലൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മളൊരു പക്ഷേ ആ ഫ്ലോയിങ് വാട്ടറിലായിരുന്നു, വെള്ളത്തിലായിരുന്നു നമുക്കത് കിട്ടിയേനെ എന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ, ഇന്നലെ തന്നെ നമുക്ക് ടീമിന് ഒരു 30ഓളം നമ്മുടെ സ്കൂബ ഡൈവർ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ അവർ ഇറങ്ങി എന്നുള്ളതാണ്. അപ്പം മറ്റ് 3 ജില്ലകളിലെ ടീം അവിടെ റെഡിയാണ്, അവരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേൾക്കുന്നില്ലേ? ശ്രീ അരുൺ ഭാസ്കർ, എനിക്ക് കേൾക്കാം. സൗണ്ട് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. ഓക്കെ. അപ്പോൾ ആ ടീം അവിടെ സെർച്ച് ചെയ്യുന്ന പറയുമ്പോൾ നമുക്കൊരു മനുഷ്യന് പോസിബിൾ ആണല്ലോ. അപ്പം നമുക്ക്
ഇപ്പോൾ ഈ ഒരു വെള്ളമായിരുന്നെങ്കിൽ, ഒഴുക്കുള്ള വെള്ളമായിരുന്നു, നമുക്കിപ്പോൾ ആ പാറക്കെട്ട് പോലെ ഒരു വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടി ഇരിക്കുകയാണ്. അതിനെ റിമൂവ് ചെയ്തിട്ട് കളഞ്ഞ് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു 400 അടി എന്ന് പറയുമ്പോൾ ഓരോ 3 അടി പൊക്കത്തിലൊക്കെ വേസ്റ്റ് പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഒരു 3 ഒരു 9 സ്ക്വയർ ഫീറ്റ് വെച്ച് കൂട്ടുവാണെങ്കിൽ 3600 സ്ക്വയർ ഫീറ്റ് ഏരിയ ആ വേസ്റ്റ് ക്ലിയർ ചെയ്തിട്ടൊക്കെ നമ്മൾ പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് പോലും നമ്മൾ അത്രയും ഏരിയ ഒരുവിധം കവർ ചെയ്യുക എന്നുള്ളതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം. നമുക്കറിയാം അത്രയും സ്വീവേജ് ലൈൻ, സ്വീവേജ് വാട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള സാധനങ്ങൾ, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഗ്യാസുള്ള സ്ഥലമാണ്. അതല്ല ട്രിവാൻഡ്രം ജില്ലയിൽ എൻ്റെ വേസ്റ്റ്, മറ്റ് വേസ്റ്റുകളൊക്കെ പലതരത്തിലുള്ള വേസ്റ്റുകൾ, പല ഡിപ്പാർട്ട്മെൻറ്റ് പലതരത്തിലുള്ള വേസ്റ്റുകൾ വരുന്ന സമയമാണ്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് മനുഷ്യനായിട്ട് ചെയ്യാൻ, നിങ്ങൾക്കറിയാം ടെക്നിക്കൽ സെർച്ച്, റോബോട്ടിനെ കൊണ്ടുപോയി സെർച്ച് ചെയ്ത് നമ്മൾ നോക്കിയാണ്. അപ്പോൾ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു പരിധിക്കുള്ളിൽ പോകാൻ പറ്റില്ല. ഒരു പരിധിക്കുള്ള ഒരു ക്യാമറകൾ പോലും, ഒരു തരത്തിലുള്ള ക്യാമറ പോലും ഉപയോഗിക്കാൻ പറ്റില്ല, ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം സോളിഡ് വേസ്റ്റും കൂടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ അണ്ടർ വാട്ടർ, ക്ലിയർ വാട്ടർ ആയാലും നമുക്ക് അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിക്കാം, ഡ്രോണുകൾ ഉപയോഗിക്കാം, മറ്റ് പല സമയം ഈവൻ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, സോണാർ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇമേജിങ്, ഒരു ക്യാമറ എന്തെങ്കിലും കിട്ടിയാനെ, ഇമേജ് കിട്ടിയാനെ. പക്ഷേ ഇവിടെ അത് പറ്റില്ല. ഇപ്പോൾ ചെളിയും സോളിഡ് വേസ്റ്റും ഉണ്ടായതുകൊണ്ട് അതൊന്നും ഒരു ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു സെർച്ച് മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ മാനുവലായിട്ട് സെർച്ച് മാത്രമേ അത് പറ്റുന്നുള്ളൂ. അപ്പോൾ ഈവൻ അതിൻ്റെ ബെസ്റ്റ് ടീം തന്നെയാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇതൊരു മാൻഹോൾ, ഉദാഹരണം ഞാൻ പറയാം, കോഴിക്കോട് ടൗണിൽ നൗഷാദ് മരണപ്പെട്ട ഒരു സംഭവം. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് ഓർമ്മയുണ്ട്, മാൻഹോളിൽ അദ്ദേഹം ഇറങ്ങി, നൗഷാദ് മരണപ്പെട്ട സമയത്ത് മാൻഹോളിൽ ഇറങ്ങി ഞാൻ ഉൾപ്പെടെയുള്ള ടീമാണ് അവിടെ അവരെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് അവരെ എടുത്തു. കാരണം മാൻഹോളിൽ ഇടുന്ന കുറച്ചുകൂടെ ക്ലിയറാണ്. നമുക്ക് ഡെപ്ത് ഒരു പ്രശ്നമല്ല, വാട്ടർ ഒരു പ്രശ്നമല്ല, നമുക്ക് ഓക്സിജൻ ഇല്ലാത്തതൊരു പ്രശ്നമല്ല. നമുക്ക് ബ്രീത്തിങ് എയർ സിലിണ്ടർ വെച്ചിട്ട് അല്ല അണ്ടർ വാട്ടർ ബ്രീത്ത് സെറ്റ് വെച്ച് ഇറക്കി എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പോകാനൊരു പാത്ത് വേണം. ഈ സോളിഡ് വേസ്റ്റ് റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺഫൈൻഡ് ഏരിയയിൽ വേസ്റ്റ് ഡംപ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു പക്ഷേ ഈവൻ പമ്പ് ചെയ്തിട്ട് പോലും റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഒരു പരിധിക്കുള്ളത് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ സാങ്കേതികമായ പ്രശ്നങ്ങളോ നമ്മുടെ ശാസ്ത്രത്തിന്റെ പ്രശ്നങ്ങളോ ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ കുന്നുകൂട്ടിയിട്ട വലിയ മാലിന്യ കൂമ്പാരമാണ് നമ്മുടെ മുന്നിൽ ഈ പറയുന്ന ജീവൻ രക്ഷാ ദൗത്യത്തിന് വിഘാതമായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ടി പി മധുസൂദനൻ, ഇതിപ്പോൾ നേരത്തെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. 3 മനുഷ്യർ യാതൊരു മുൻകരുതലുമില്ലാതെ, അവർക്ക് ട്രെയിനിങ് കിട്ടിയ ഏരിയ പോലുമല്ല ഈ പറയുന്ന മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. അവിടേക്ക് അവർ ഒരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ ഇറങ്ങിപ്പോവുകയാണ്. മാൻഹോളിലകപ്പെട്ട് മരിക്കുന്ന മനുഷ്യർ, കിണർ വൃത്തിയാക്കാൻ ഇറങ്ങി മരിക്കുന്ന മനുഷ്യർ. അങ്ങനെ നമുക്കൊരു അപകട സാധ്യത പ്രദേശങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് ആളുകളുടെ ജീവൻ, നിസ്സഹായരായ മനുഷ്യരുടെ, ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന മനുഷ്യരുടെ ജീവൻ വെച്ച് നമ്മൾ ഒരു ഞാണിന്മേൽ കളി കളിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു ഞാണിന്മേൽ കളി തന്നെയാണ്. ഈ തിരുവനന്തപുരം സിറ്റിയിലെ ആൾക്കാരുടെ നല്ല ജീവിതത്തിന് വേണ്ടി ചെളിക്കുണ്ടിലിറങ്ങിയ ഒരു വ്യക്തിയാണ് ജോയ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കി വരുന്നത്, ഈ ജോയി മാലിന്യം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ ഓടയിൽ അല്ലെങ്കിൽ ആ തോട്ടിൽ ഇറങ്ങിയപ്പോൾ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പലപ്പോഴും കരാറുകൾ എഴുതി ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കോൺട്രാക്ട് ബേസിസിലാണ് ഇത്തരം കാര്യങ്ങൾ പോകുന്നത്. ആ കോൺട്രാക്റ്റ് ശരിക്കും പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഏതൊരു കോൺട്രാക്റ്റ് ആയാലും, കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളായാലും ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങളായാലും അതിൽ ഇടപെടുന്ന ആൾക്കാർ വ്യക്തമായ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിച്ചിരിക്കണം എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സൂപ്പർവൈസറുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നതെന്നുള്ളതാണ് അതിൻ്റെ വേറൊരു രസകരമായ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ. അപ്പം ഇത് എന്താണ് അവിടെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേഫ്റ്റി അവിടെ ഉണ്ടായിരുന്നു. ആ സേഫ്റ്റി ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു ബെൽറ്റും അതിനൊരു കയറുമായിട്ട് ബന്ധിച്ച് നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആരെങ്കിലും അത് നിയന്ത്രിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല. നമുക്കറിയാം, നമ്മൾ ചുറ്റുപാടും കാണുന്ന ഹൈ റൈസ് ബിൽഡിങ്ങിൽ പെയിൻ്റ് അടിക്കുന്ന ആൾക്കാരെ പോലും നമ്മൾ വിദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ അറിയാം, അവിടെ എഞ്ചിനീയറെയും വർക്കറെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ സേഫ്റ്റി എന്താ പറയാനായിട്ട് PEP എന്ന് പറയും, പേഴ്സണൽ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ധരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്. ഇവിടെ ഒന്നും അറിഞ്ഞൂടാത്ത ഏതോ ഒരാൾ, ആ ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ, ജോയി തന്നെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ കുടുംബത്തിൻ്റെ ദൈന്യത പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. യാതൊരുത്തുള്ള സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടില്ല. നീ പോവുക ചെയ്യുക, അത്യാവശ്യം
ആരായിരുന്നോ, ഇപ്പോൾ റെയിൽവേ ആണെങ്കിലും കോർപ്പറേഷനിൽ ആരാണോ അവിടുത്തെ ആൾക്കാർ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങുന്ന തൊഴിലാളികൾക്ക് വേണ്ട രീതിയിലുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതെ, ഇനി മുതലെങ്കിലും ഈ നിർമ്മാണ പ്രവർത്തി എവിടെയായാലും ശരി തന്നെ, വിദേശ രാജ്യങ്ങളിൽ സേഫ്റ്റി ഫസ്റ്റ് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുള്ളതാണ് ഏത് പ്രവർത്തനങ്ങൾക്കും. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ ആണ് ഇതിന് ഉത്തരവാദി എന്നുള്ള കാര്യം. ഇത് ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് ഞാൻ അവിടെ വളർന്നാൾ, അത് റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റുമായിട്ടൊക്കെ ഞാൻ ഹാബിറ്റേറ്റിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആദ്യകാലങ്ങളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത്, എല്ലാ പേരും രാവിലെ പുരുഷനോ സ്ത്രീയോ ഒരു 5 മണി മുതൽ ചൂലുമെടുത്ത് വീട്ടിൻ്റെ തൊട്ട് മുൻവശത്തുള്ള റോഡ് വൃത്തിയാക്കുന്ന, റോഡിൻ്റെ ഇരുവശവും വൃത്തിയാക്കുന്നത് കാണാം. അപ്പം ഞാനിത് ആലോചിച്ചു, എന്താ ഇതെല്ലാവരും ഒരുമാതിരി ഡിസിപ്ലിൻ പോലെ അങ്ങ് ചെയ്യുന്നു. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്, അന്ന് ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയമാണ്. കുഴിബോംബുകൾ ഈ റോഡിൻ്റെ ഈ കരിയിലകൾ വീണ് കിടക്കുന്ന അവിടെ നിക്ഷേപിക്കും. നിങ്ങൾക്കറിയാം, ശ്രീലങ്കയിലെ യുദ്ധം നടന്ന സമയത്ത്, ആഭ്യന്തര യുദ്ധം നടന്ന സമയത്ത് കാലുകൾ ആംബ്യൂട്ട് ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാരെ നമുക്ക് കാണാം. അപ്പോൾ ഈ കുഴിബോംബുകൾ ചവിട്ടി, അത് ഒരു കരിയിലയുടെ അടിയിൽ ഒരു കുഴിബോംബ് കടന്നു കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യൻ്റെ ഒരു 60-50 കിലോ അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അവനവൻ്റെ കുടുംബത്തിൽ അപകടം സംഭവിച്ചതുകൊണ്ടാണ് അവർ ഓരോരുത്തരും തൊട്ട് മുൻവശത്തുള്ള, അവരവരുടെ വീടുകളുടെ തൊട്ട് മുൻവശത്തുള്ള വേസ്റ്റുകളായാലും മറ്റു മാലിന്യങ്ങളായാലും രാവിലത്തെ ആദ്യത്തെ പ്രവൃത്തിയായി അവർ ചെയ്തുകൊണ്ട്, അതൊരു ഡ്രില്ല് പോലെയാണ് അവിടെ. ഇവിടെ നമ്മളും നമ്മുടെ വീട്ടിൻ്റെ മുമ്പ് കൂടെ ഒഴുകുന്ന ഓടയുടെ ആയാലും റോഡിൻ്റെ ആയാലും മാലിന്യങ്ങൾ നാം സംസ്കരിക്കുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട. റോഡിൽ കിടക്കുന്ന ഒരു ചവറെടുക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന മാലിന്യമെടുത്ത് അങ്ങോട്ട് മാറ്റിയിടുന്ന കാര്യത്തിൽ അത് ഒരു കുറവായി കണക്കാക്കുന്നു. ഈ ഒരു കുറവ് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ അല്ലെങ്കിൽ അനവധി ജീവനുകളെ നഷ്ടപ്പെടുത്തുകയാണ്. ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഇനിയും മുന്നോട്ട് വന്നിട്ടില്ല. ഇന്ന് തന്നെ ബസ്സുകൾ നമ്മൾ ശ്രദ്ധിക്കുക, ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എന്ത് സേഫ്റ്റി ഡെയിലി നമ്മൾ കാണുന്നതാണ്. റെയിൽവേയുടെ കാര്യം, അതുപോലെ യാത്രയുടെ കാര്യം, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യം. സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം ഒരു പരാതി വന്നതിന് പിന്നാലെ പരിശോധന നടത്തുമ്പോൾ ഞെട്ടിക്കുന്ന നിയമലംഘനങ്ങളാണ്. ഇതൊക്കെ ദുരന്തത്തിൽ കലാശിക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിൽ ജാഗരൂകരാകൂ എന്നുള്ളതാണ് പ്രധാനം. ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഇപ്പോൾ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നതിന് ഒരു കുറ്റമറ്റ സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അവകാശവാദം. അതിനിടയിലാണ് നമ്മൾ ഈ പറയുന്ന ജനപ്രതിനിധികളുടെ അടക്കം മാരിവില്ലഴകുള്ള കിക്കുകളൊക്കെ കാണുന്നത്. ഇങ്ങനെ ബൈക്കിൽ പോയിട്ട് തൊഴിച്ചെറിയുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മനുഷ്യന് ഒരാൾ വ്യക്തിപരമായി എടുക്കുന്നില്ല, ഒരു സംവിധാനം മൊത്തത്തിലെടുക്കുന്നില്ല. അതായത് റെയിൽവേ ഇപ്പോൾ പറയുന്നത് എന്താണ്, നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് മാലിന്യ കെട്ടുകൾ ഒഴുകി വന്നാണ് ഇവിടെ ഇത്രയും വലിയ കൂമ്പാരമുണ്ടായത്, സത്യമല്ലേ? അതിൽ റെയിൽവേയുടെ മാലിന്യം അവിടെ ഉണ്ട് എന്നത് സംബന്ധിച്ച് നമുക്ക് ആർക്കും തർക്കമില്ല എന്നുള്ളത്. അവരവിടെ മാൻഹോൾ തുറന്ന് ഈ മാലിന്യം അതിനുള്ളിലേക്ക് കുത്തി നിറച്ചിടുന്നു എന്നുള്ളതും ഒരു പരാതിയാണ്. അപ്പോൾ ഇങ്ങനെ പലയിടങ്ങളിൽ നിന്ന് ഒഴുകി വന്ന് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു വലിയ മാലിന്യ കൂമ്പാരം അവിടെ രൂപീകൃതമാകുന്നത് വർഷങ്ങൾ കൊണ്ടാണ്. ഇതിനാര് ഉത്തരവാദിത്തം പറയും? അവിടെയാണ് മധു പ്രശ്നം. ഓരോരുത്തരും അവരവരെ സംബന്ധിച്ച് ഇതൊരു വിഷയമല്ല, പക്ഷേ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഒരു വലിയ വിഷയമായി മാറുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു വിഷയമുണ്ടായിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ജോയി എന്ന് പറയുന്ന ഒരാളെ കാണാതായിരിക്കുന്നു. 33 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ജീവനോടെ ഉണ്ടോ, അദ്ദേഹം എവിടെയാണുള്ളതെന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയാത്തൊരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ മാലിന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ മറ്റൊരു സൂചിപ്പിച്ചതുപോലെ 2-3 ദിവസത്തേക്ക് നമ്മൾ ചർച്ച ചെയ്യും ഈ മാലിന്യം. ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരം നഗരം അറിയാവുന്നവർക്കറിയാം, തീർച്ചയായിട്ടും ഈ KSRTCക്ക് തൊട്ടടുത്തുള്ള കോഫി ഹൗസിന് ചേർന്നുള്ള ആ ഓട അല്ലെങ്കിൽ ആ കനാൽ, അത് പതിയെ റെയിൽവേയിലേക്ക് കടക്കുന്നതും റെയിൽവേയിൽ നിന്ന് അപ്പുറത്തിറങ്ങി പാർവതി പുത്തനാർ വഴി പിന്നെ മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഈ ആമയിഴഞ്ചൻ തോട് വഴി പോകുമ്പോൾ ആ ആമയിഴഞ്ചൻ തോടിൻ്റെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ ഒരു പിന്നെ എന്താ പറയുന്നത്, നമുക്ക് വെള്ളം അല്ലെങ്കിൽ വെള്ളത്തെ എത്രത്തോളം മലിനമാക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു കാരണവശാലും മലിനമാക്കാൻ കഴിയാത്ത രീതിയിലുള്ള മലിനം, അത്രത്തോളം മലിനമാക്കിയിട്ടുള്ള പിന്നെ ആമയിഴഞ്ചൻ തോട്, അതിൻ്റെ അടുത്തുകൂടി പോകുന്നവർ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അതിൻ്റെ അടുത്തുകൂടി പോകുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ വഞ്ചൂരൊക്കെ ആണെങ്കിൽ അതിപ്പോൾ പിന്നെ റോഡാക്കി മാറ്റിയിരിക്കുകയാണ്. ആമയിഴഞ്ചൻ തോടിൻ്റെ മുകൾ വശം സ്ലാബ് ഇട്ട് റോഡിന് വീതി കൂട്ടി പിന്നെ അതിന് അടിവശത്തു കൂടിയാണ് പോകുന്നത്. അതിൻ്റെ അടിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ അറിയില്ല. ഇനി അതറിയണമെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നാളെ ഒരു
ഇത്തരത്തിലൊരു എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടാകേണ്ടി വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എങ്ങനെ നമുക്കറിയാൻ കഴിയുക? ആ പുഴമൂട് പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് വഞ്ചൂർ കഴിഞ്ഞ് പോകുന്നത് വരെയുള്ള സ്ഥലങ്ങളിലെ റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ മുകളിൽ സ്ലാബിട്ടാണ് റോഡിന് വീതി കൂട്ടി സ്വാഭാവികമായിട്ടും റോഡിന് വഞ്ചൂർ ഉണ്ടായിരുന്ന ആ ഗതാഗത കുരുക്കൊക്കെ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കീഴിൽ കൃത്യമായി ക്ലീനിങ് നടക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ആർക്കാണ് അറിയാവുന്നത്? അപ്പോൾ ഈ രീതിയിൽ ഇത്തരത്തിൽ അതിനെ സംബന്ധിച്ച് അറിയേണ്ടതാരാണ്? അതിനെ സംബന്ധിച്ച് അറിയേണ്ടത് ഭരണകർത്താക്കളാണ്, അധികാരികളാണ്. ഒരു തർക്കവും വേണ്ട. അപ്പോൾ ഇവിടെ നമ്മുടെ ഷിജു ഖാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം കോർപ്പറേഷനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടും അതുപോലെ റെയിൽവേയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുമാണ് അദ്ദേഹം സംസാരിച്ചത്. ഇവിടെ കോർപ്പറേഷനായാലും റെയിൽവേ ആയാലും അല്ലെങ്കിൽ ഇറിഗേഷൻ ആയാലും ആരുടെ ഭാഗത്തായാലും വീഴ്ച ഉണ്ടായാൽ അല്ലെങ്കിൽ ആ വീഴ്ചയെ സംബന്ധിച്ച് അസസ് ചെയ്യേണ്ടതും ഇത്തരത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതിൻ്റെയും ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോർപ്പറേഷൻ കഴിയുന്നില്ലെങ്കിൽ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് സർക്കാരിന് മുന്നിലാണ്. അല്ലെങ്കിൽ സർക്കാരിന് അത് ബോധ്യപ്പെട്ടാൽ സർക്കാർ അതിലേക്ക് ഇടപെടേണ്ടതുണ്ട്. ഇപ്പം ഞാനിരിക്കുന്ന ഇപ്പോൾ മാതൃഭൂമി സ്റ്റുഡിയോ, ട്രിവാൻഡ്രത്ത് വഞ്ചിയുള്ള മാതൃഭൂമി സ്റ്റുഡിയോ, ഇതിൻ്റെ റോഡിൻ്റെ ഇതിന് മുമ്പിൽ ഉൾപ്പെടെയുള്ള റോഡ് എന്താ പറയുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് എത്രയോ കാലമായി പൊളിച്ചിട്ടിരുന്നതാണ്. അപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് മാതൃഭൂമി ഉൾപ്പെടെ എന്തുമാത്രം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിലൂടെയൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ സഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ലൊരു സംവിധാനമുണ്ടാകും, നല്ലൊരു ഗതാഗത സൗകര്യം ഉണ്ടാകും, അല്ലെങ്കിൽ നഗരം മോടി പിടിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ പതിയിരിക്കുന്ന വലിയ അപകടങ്ങൾ, വലിയ ആപത്തുകൾ അതിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടും മൗനം പാലിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഷിജു ഖാൻ തന്നെ പറഞ്ഞു, കോർപ്പറേഷൻ പലപ്പോഴും കൊടുത്ത കത്തിനെ സംബന്ധിച്ച് പരിഹരിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ, അദ്ദേഹം പറഞ്ഞത് തന്നെയാണെങ്കിൽ 5-ാം മാസമാണ്, മെയ് മാസത്തിലാണ് കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മഴയുണ്ടാകുമെന്ന് നമുക്കറിയാം. മെയ് അവസാനം ജൂണിലൊക്കെ മഴയുണ്ടാകുമെന്ന് നമുക്കറിയാം. ആ സാഹചര്യത്തിൽ റെയിൽവേ ഇതിനകത്ത് കുറ്റകരമായ അനാസ്ഥ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സർക്കാരിനോട് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ വകുപ്പ് ഉൾപ്പെടുന്ന LSGD മന്ത്രി ഉണ്ടല്ലോ, MB രാജേഷ്, അദ്ദേഹം എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു? അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്തുകൊണ്ട് മൗനം പാലിച്ചു? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മൊത്തത്തിൽ എന്തുകൊണ്ട് ഇതിനെ സംബന്ധിച്ചൊരു ഇപ്പോൾ സ്മാർട്ട് സിറ്റിയെക്കുറിച്ച് എന്തുമാത്രം ആക്ഷേപങ്ങൾ വന്നപ്പോഴാണ് എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുമായിരുന്നല്ലോ നമ്മുടെ GRL-ലും അതുപോലെ തന്നെ കടകംപള്ളി നമ്മുടെ എന്താ പറയുന്നത് ശിവൻകുട്ടി മിനിസ്റ്ററുമൊക്കെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മേയറോടൊപ്പം ഇരുന്നുകൊണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് മനഃപൂർവ്വം ഉണ്ടായ വീഴ്ചയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഡിസാസ്റ്ററാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി തന്നെയുള്ള സ്കൂബ ഡൈവിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ആ നമ്മുടെ കർമ്മധീരരായ ആ പ്രവർത്തകരുണ്ടല്ലോ, അതിൻ്റെ ജീവനക്കാരുണ്ടല്ലോ, ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെ നമ്മൾ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാകില്ല. അവർ ആ ചെളിവെള്ളത്തിൽ അത്രയും മലിനമായ ജലത്തിൽ കഴിഞ്ഞ 33 മണിക്കൂറായി പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ അവർ ചെയ്ത പ്രവൃത്തിയുടെ മുന്നിൽ നമ്മൾ അവരെ എത്രമാത്രം അഭിനന്ദിച്ചാലും, ഒരുപക്ഷെ നോക്കൂ, നമുക്ക് പ്രളയമുണ്ടായപ്പോൾ നമ്മുടെ മത്സ്യ മേഖലയിലുള്ള സഹോദരങ്ങൾ ചെങ്ങന്നൂരും അതുപോലുള്ള പ്രദേശത്ത് നടത്തിയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് അതിനേക്കാൾ ഗൗരവമുള്ള റെസ്ക്യൂ ഓപ്പറേഷനാണ്. അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് എന്തുമാത്രം മാരകമായ രോഗങ്ങൾ ഉൾപ്പെടെ വരാവുന്ന ആ മലിനമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ നമ്മുടെ സഹോദരങ്ങൾ കഴിഞ്ഞ 33 മണിക്കൂറായി ഈ ജോസിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത്. നമുക്ക് അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സല്യൂട്ട് കൊടുക്കുക മാത്രമേ നിർവാഹമുള്ളൂ. അവിടെ ശ്രീ ഷിജു ഖാൻ, ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു ഒരു ചർച്ച കൊണ്ടൊരു പരിഹാരം ഉണ്ടാകില്ല എന്ന്. എത്ര ചർച്ചകളിൽ അങ്ങ് തന്നെ ഭാഗഭാക്കാക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഗൗരവത്തോടെ നമുക്കിത് തുടർ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന്. നമ്മൾ അങ്ങനെ ഒരു തുടർ ചർച്ച നടത്തുന്ന ഒരു സമൂഹമാണെങ്കിൽ എത്ര വെള്ളക്കെട്ടുകൾ, എത്ര പ്രശ്നം ഇതിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടും ഈ ഒരു പോയിന്റ് കണ്ടെത്തുകയും അതിന് പരിഹാരം കണ്ടെത്തിയിട്ടും ഉണ്ടാകില്ലേ? വാസ്തവത്തിൽ UDFൻ്റെ പ്രതിനിധി ഏറ്റവും അവസാനം പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ സ്കൂബ ഡൈവിംഗ് ടീമാണെങ്കിലും NDRF ആണെങ്കിലും നമ്മുടെ ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസാണെങ്കിലും വളരെ ശക്തമായ ആത്മാർത്ഥമായ ശ്രമം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പ്രത്യേക പരിശീലനം സിദ്ധിച്ച വിദഗ്ധരടങ്ങുന്ന ടീം ഈ പ്രവർത്തനത്തിലേർപ്പെടുമ്പോൾ സ്വന്തം ജീവന് തന്നെ അതിനപ്പുറത്തേക്കാണ് മറ്റൊരാളുടെ ജീവൻ എന്ന് കണ്ട് ജോലി ചെയ്യാണ്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നത് ഞാൻ പ്രത്യേകം അതിനോട് യോജിക്കുകയാണ്. രണ്ടാമത്തെ ഇവിടുത്തെ വിഷയം അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചു. കോർപ്പറേഷൻ ഇടപെട്ട് ഈ കാര്യത്തിൽ പരിഹാരം കാണുന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടേണ്ടിയിരുന്നില്ലേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ഇവിടെ ചോദിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ഇത് കാണുന്ന പ്രേക്ഷകരടക്കം അക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്ന ആ ഭാഗം, പ്രത്യേകിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ
നമ്മുടെ റെയിൽവേ പിന്നെ ആ തോടിന് മുകളിൽ, യഥാർത്ഥത്തിൽ തോടിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത ശേഷമാണ് ഇതിനു മുകളിൽ റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 5 പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ ഏതാണ്ട് 12 പിന്നീട് പിറ്റ് ലൈനുകൾ ഇതിൻ്റെ മുകളിലൂടെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. 5 പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ 12 പിറ്റ് ലൈനുകൾ ഇതിൻ്റെ മുകളിലൂടെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പുറമേ നിന്ന് കാണുന്ന തോടിൻ്റെ വീതിയല്ല അകത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. അത് ചുരുങ്ങി വരുന്നതായിട്ടും അവിടെ എന്തെങ്കിലും തടസ്സങ്ങളോ മാലിന്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ അതടക്കം നമുക്ക് നീക്കം ചെയ്യേണ്ടി വരും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ഇപ്പം മഴക്കാലമാണ് തിരുവനന്തപുരത്ത്. ഇപ്പം ഞങ്ങളൊക്കെ വർഷങ്ങളായി തിരുവനന്തപുരത്ത് ജീവിക്കുന്നവരാണ്. മഴക്കാലത്തെ കെടുതികൾ, പ്രത്യേകിച്ച് വെള്ളക്കെട്ട് അടക്കം തമ്പാനൂരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന നിലയിൽ പിന്നെ കത്ത് കൊടുക്കുന്നു, കോർപ്പറേഷൻ കത്ത് കൊടുത്തു. അതിനുശേഷം മന്ത്രിയടക്കം പങ്കെടുത്തുകൊണ്ട് പ്രത്യേകമായ യോഗം ചേരുന്നു. ആ യോഗത്തിൽ റെയിൽവേയുടെ പ്രതിനിധികൾ അവിടെ പങ്കെടുക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ പാഴ്സൽ ഓഫീസിന് സമീപം റെയിൽവേ ഡിവിഷണൽ റീജിയണൽ മാനേജർക്കാണ് നോട്ടീസ് അയച്ചത്. അപ്പോൾ തോടിൻ്റെ വിവിധ ഭാഗങ്ങൾ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം റെയിൽവേക്കായിരുന്നു. കത്തയക്കുക മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തന്നെ ഇനിഷ്യേറ്റീവിൽ പ്രത്യേക യോഗങ്ങൾ ചേർന്നു. ഇവിടെ റെയിൽവേക്ക് ഒരു മരാമത്ത് വിഭാഗം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റെയിൽവേയുടെ മരാമത്ത് വിഭാഗമുണ്ട്. അപ്പോൾ അവിടെ പണി ചെയ്യണമെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷൻ റെഡി ആണെങ്കിലും അതിന് പ്രത്യേകമായ പെർമിഷൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അപ്പോൾ ജനുവരി ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൊക്കെ തട്ടി നിന്നുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ പോയെങ്കിൽ ക്ഷമിക്കണം ഡോക്ടർ ഷിജു ഖാൻ, ഇനി സമയമില്ല. അതുകൊണ്ടാണ് വളരെയധികം നന്ദി. പാനലിസ്റ്റുകൾക്ക് പ്രേക്ഷകർക്കും ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും മുൻഗണനയുള്ള കാര്യമായ അജണ്ടയായി മുന്നിലുണ്ടാകണം.